ആശാസമരം ചെയ്യുന്ന സൂസിമാർ, അല്ല സൂസി സമരം സ്പോൺസേഡ് ആശമാർ മെയ് 12 നിലമ്പൂരിൽ കാമ്പയിന് പോകുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു. അവരുടെ കാമ്പയിൻ ജനങ്ങളുടെ അടുത്ത് പോയി വീട് തോറും നടത്തുന്ന മിനിയുടെ സൂസിയുടെ പ്രധാന ഭാരവാഹികളിൽ ഒരാളായ മിനിയുടെ, ആ സംഘടനയുടെ വൈസ് പ്രസിഡന്റായ മിനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വീട് നടത്തിയുടെ കാമ്പയിൻ തീർച്ചയായും പിണറായി സർക്കാരിനും LDF സർക്കാരിന് എതിരെയാകുമെന്നുള്ള കാര്യത്തിൽ, ഇടതുമുന്നണിക്കെതിരെയാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെ ഈ കാമ്പയിൻ നടത്തുമ്പോൾ ചില ജനങ്ങൾ എന്ത് പ്രതികരിക്കുമെന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നിലമ്പൂരിലെ വോട്ടർമാരോട് ഈ സൂസിമാര്, മിനി സൂസിയും മറ്റുള്ളവരും നിങ്ങളുടെ വീടുകളിൽ കാമ്പയിനിൽ വരുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വൈകാരികമായിട്ട് പ്രതികരിക്കരുത് എന്നൊരു അഭ്യർത്ഥന ലെഫ്റ്റ് റൈറ്റ് വോയിസിലുണ്ട്. കാരണം ഇതൊരു തുറപ്പ് ചീട്ടുമായിട്ടാണ് ഇവർ സൂസി വരുന്നത്. ആശാ വർക്കർമാരുടെ സമരം നയിക്കുന്ന സൂസി അവർ വരുന്നത്, അവർ വീടുകൾ കയറുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ, അല്ലെ ഒരു കയ്യേറ്റം, അല്ലെ ഒരു ഇവർക്കെതിരെ ഒരു നീക്കം അവിടുത്തെ വോട്ടർമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായാൽ ഏതെങ്കിലും അതിനെ പെരുപ്പിച്ച് പർവ്വതീകരിച്ച് അതിനൊരു വിഷയമാക്കാൻ ഇപ്പോൾ ഈ വൈദ്യുതി ലൈൻ വഴി അനധികൃതമായിട്ട് കറണ്ട് എടുത്തിട്ട് ഷോക്കേറ്റൊരു ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ്സുകാരൻ അനന്തു മരിച്ചതുൾപ്പെടെ UDF അതിനെ എന്ത് നാടകം കളിച്ചു നമ്മളിപ്പം കണ്ട് ബോധ്യപ്പെട്ടു. അതേപോലെ ആശാമാര് സൂസിയുടെ നേതൃത്വത്തിൽ വീടുകൾ കയറുമ്പോൾ ആരെങ്കിലും മോശമായിട്ടൊന്ന് പ്രതികരിച്ചാൽ അത് പർവ്വതീകരിച്ച് അതൊരു മഹാസംഭവമാക്കി മാറ്റാൻ ഒരു ആയുധം അണിയറയിൽ അവനാഴിയിൽ ഒരുക്കിയിട്ടാണ് സൂസി ആശമാർ നിലമ്പൂരിലേക്ക് വരുന്നത് എന്നുള്ളത് ഇടതുപക്ഷവും വോട്ടർമാരും കാണണം. ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ അതിനെ പർവ്വതീകരിച്ചിട്ട് അതിനെ മാധ്യമങ്ങൾ മാപ്രകൾ ആഘോഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സുഗമമായ ഇലക്ഷൻ പ്രചാരണത്തിനും ഇലക്ഷൻ നടത്തിപ്പിനും കൃത്യമായിട്ട് വോട്ടർമാരും അവിടുത്തെ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കളും ഒക്കെ സംയമനം പാലിക്കണം. അല്ലെങ്കിൽ ഇനിയുള്ള ചുരുക്കം ദിവസങ്ങളിൽ എന്തൊക്കെ നാടകങ്ങൾ അരങ്ങേറും, അതിനകത്ത് സൂസി ആശമാര് വരെ എന്തെങ്കിലും ചെയ്തു കൂട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വോട്ടർമാരും ഇടതുപക്ഷ പ്രവർത്തകരും സംയമനം പാലിക്കണം എന്ന ഒരു റിയാലിറ്റി ഞങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ നാടകീയമായിട്ടാണ് ജൂൺ 12 സൂസി ആശമാർ നിലമ്പൂരിന്റെ മണ്ണിൽ എത്തുക. അവരുടെ കയ്യിൽ എന്തോ ഒരു അജണ്ട അവർ കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ അജണ്ട നടപ്പാക്കാൻ അവർ ശ്രമിക്കും. അതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടത് നിലമ്പൂരുകാരുടെ ഏറ്റവും വലിയ ആവശ്യമാണ്, അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും എന്നുള്ള കാര്യമാണ് ഞങ്ങളിവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി മറ്റൊന്ന്, പ്രിയങ്ക ഗാന്ധി 14 നിലമ്പൂരിൽ എത്തുന്നുണ്ട്. വയനാട് MP, നിലമ്പൂർ മണ്ഡലം അസംബ്ലി മണ്ഡലം ഉൾപ്പെടുന്ന MP പ്രിയങ്ക ഗാന്ധി 14 നിലമ്പൂരിൽ പ്രചാരണത്തിന് വരുന്നു. അപ്പോൾ ദയവേത് ലീഗ് പ്രവർത്തകരും പച്ചക്കൊടി, പച്ച ബലൂൺ, പച്ച ഷർട്ട് എന്നിവയൊന്നും, പച്ചക്കുട, മഴയാണെങ്കിൽ പച്ചക്കുട, ഇതൊന്നും എടുത്തുകൊണ്ട് രംഗത്തിറങ്ങരുത്. അത് പ്രിയങ്ക മാഡത്തിന് അത് ഇഷ്ടപ്പെടത്തില്ല എന്നറിയാമല്ലോ, കോൺഗ്രസിനും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് പച്ചക്കൊടി, പച്ച ബാനർ, പച്ച ബലൂൺ, പച്ച ഷർട്ട്, പച്ച മുണ്ട്, പിന്നെ പച്ചക്കുട തുടങ്ങി പച്ചയായ ഒരു സാധനങ്ങളും ദയവേത് ലീഗുകാർ, നിലമ്പൂരിൽ ലീഗ് ശക്തമാണല്ലോ, അതുകൊണ്ട് ഇറങ്ങാൻ പാടില്ല. പ്രിയങ്ക മാഡം ഇട്ടുവരുന്ന ആ ഡ്രസ്സ്, മഞ്ഞ സാരിയെങ്കിൽ മഞ്ഞ, പച്ച സാരിയെങ്കിൽ പച്ച, നീല സാരിയെങ്കിൽ നീല, പിന്നെ ബ്ലൗസിന്റെ നിറം, പിന്നെ മറ്റ് ഹെയർ സ്റ്റൈല്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാവുന്ന ഒരു അവസരം കൂടിയാണ്. അത് മാപ്രകൾക്കും ആവാം. മാപ്രകൾ അതിന് കൂടുതൽ മുൻഗണന കൊടുക്കും എന്നറിയാം. എത്ര ആകർഷകമായ വേഷത്തിലാണ് പ്രിയങ്ക മാഡം അവതരിക്കുക എന്നുള്ളത് വരുമ്പോൾ കാത്തു കാണേണ്ടുന്ന കാര്യമാണ്. ഒന്നത്. 2, ആങ്ങളയുടെ വരവിനെ കുറിച്ച് ഇതുവരെയൊന്നും വ്യക്തത വന്നിട്ടില്ല. ആങ്ങള എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അറിയാമല്ലോ, അദ്ദേഹവും വരേണ്ടതല്ലേ. അദ്ദേഹമായിരുന്നല്ലോ ആദ്യം വയനാട് MP ആയിട്ട് ലോക്സഭയിലേക്ക് പോയത്. 2ാമതും ജയിച്ചു. അത് പിന്നെ രാജിവെച്ചു ഇട്ടാണല്ലോ ഇപ്പൊ പെങ്ങള് മത്സരിച്ച് വീണ്ടും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത്. അപ്പൊ എന്തായാലും പഴംപൊരി തിന്നാനായാലും ചായ കുടിക്കാനായാലും തട്ടുകടയിൽ കയറാനായാലും
എന്തായാലും രാഹുൽ ഗാന്ധിയും വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നിലമ്പൂരിലെ തട്ടുകടകളിലൊക്കെ ഒന്ന് കറങ്ങി ഉണ്ടപ്പൊരിയും പഴംപൊരിയും ചായയും ഒക്കെ കഴിച്ചു കുടിച്ച് അങ്ങനെ ഒരു ഷോ കൂടി നടത്താനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ പ്രിയങ്ക മാഡത്തിന് ബിരിയാണിയോ കോഴിക്കോടൻ ബിരിയാണിയോ നിലമ്പൂർ ബിരിയാണിയോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇഷ്ടം. അതും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലീഗ് പ്രവർത്തകരുടെ ഇടപെട്ടിട്ട് അത് ചെയ്തു കൊടുക്കുക. അവർക്ക് ഒരു മുട്ടും വരാതെ പ്രിയങ്ക മാഡത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും പച്ചയെല്ലാം ഒഴിവാക്കിയിട്ട് ലീഗ് പ്രവർത്തകർ ചെയ്തു കൊടുക്കണം. കോൺഗ്രസ്സുകാർ ബാക്കി കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ള പറഞ്ഞു തരും. അതുപോലെ ആങ്ങളെ വരുമ്പോഴും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാൻ പച്ച മാത്രം മാറ്റിയിട്ട് ബാക്കി എന്തും കാര്യങ്ങളും ഉൾപ്പെടെ ചെയ്തു കൊടുക്കാനും നമ്മുടെ പ്രിയപ്പെട്ട ലീഗ് പ്രവർത്തകരും നേതാക്കളും ഒപ്പം കോൺഗ്രസ്സുകാരും രംഗത്ത് വരണമെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. ഈ വീഡിയോയ്ക്കൊരു വാൽകഷ്ണം ബാക്കിയുണ്ട്, അതുകൂടി പറയാതെ പോകുന്നത് ശരിയല്ലോ. ഈ നിലമ്പൂരിൽ വഴിക്കടവിൽ വെള്ളക്കട്ട ഗ്രാമത്തില് അനന്തു എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തില് KSEBയുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അതുകൂടി നമ്മൾ അറിയണമല്ലോ, പ്രത്യേകിച്ച് നിലമ്പൂരിലെ വോട്ടർമാർ. കാരണം ഇത് സർക്കാർ സ്പോൺസേഡ് മർഡർ എന്നാണ് നിലമ്പൂരിൽ പോയ KPCC ഭാരവാഹി നേതാവ് ജ്യോതികുമാർ ചാമക്കാലയും അവിടുത്തെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും പറഞ്ഞത്. ഇതൊരു ഭരണകൂട കൊലപാതകമാണ്. അപ്പൊ അതുകൊണ്ട് വൈദ്യുതി ബോർഡിനാണല്ലോ ഇതിന്റെ നിയന്ത്രണം. ഈ സംഭവങ്ങളുടെ വൈദ്യുതി ബോർഡിന്റെ ലൈനിൽ നിന്നാണല്ലോ കറണ്ട് മോഷ്ടിച്ചത്. അപ്പോൾ വൈദ്യുതി ബോർഡിന്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: KSEBയുടെ സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് മെറ്റൽ തോട്ടി ഉപയോഗിച്ച്, അതായത് KSEBയുടെ സിംഗിൾ ഫേസ് ലൈൻ വഴിയിലൂടെ വലിക്കുന്ന ലൈനിൽ നിന്ന് മെറ്റൽ തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ച് വയറും ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പികളും ഉപയോഗിച്ച് ലൈൻ ചുറ്റുവട്ടത്ത് വലിച്ചു. ഈ തോട്ടിലേക്ക് വരെ, വെള്ളം വീഴുന്ന തോട്ടിലേക്ക് വരെ. അവിടെ മീൻ പിടിക്കാൻ വന്ന പന്തുകളി ഫുട്ബോൾ കളിയും കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ വന്ന 4 കുട്ടികളിൽ 3 പേർ അപകടത്തിൽപ്പെടുകയും ഒരാൾ മരിക്കുകയും ചെയ്തു. ഒരു കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതാണ് സംഭവം. അപ്പൊ ഇങ്ങനെ നിയമവിരുദ്ധമായിട്ട് പലപ്പോഴായിട്ട് വൈദ്യുതി ലൈനിൽ നിന്ന് ഇങ്ങനെ കമ്പി വലിച്ച് തോട്ടി കൊണ്ട് വെച്ചിട്ട് കമ്പി വലിച്ച് പന്നിയെ പിടിച്ച് പന്നി മാംസം, കാട്ടുപന്നിയുടെ മാംസം വിറ്റ് കാശുണ്ടാക്കിയാണ് പിടിയിലായ കോൺഗ്രസ് പ്രവർത്തകൻ. ഇപ്പൊ ആ സമരം പൊളിഞ്ഞു. ഇവരുടെ UDFന്റെ കോൺഗ്രസിന്റെ സർക്കാർ സ്പോൺസേഡ് മർഡർ എന്നുള്ള സമരം പൊളിഞ്ഞു. അപ്പോഴാണ് KSEBയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ നിയമപരമായിട്ട് കർഷകർക്ക് വൈദ്യുതി വേലി കെട്ടാം. അതിന് KSEBയുടെ അനുമതി വാങ്ങിയിട്ട് നിയമപരമായിട്ട് അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള അനുമതി വാങ്ങിക്കൊണ്ട് വൈദ്യുതി വേലി മാത്രമേ സ്ഥാപിക്കാൻ പാടുള്ളൂ. ആ വൈദ്യുതി വേലിയിൽ ബാറ്ററി ഉപയോഗിച്ച് വൈദ്യുതി പ്രവഹിപ്പിക്കണം. അതായത് കുറഞ്ഞ വോൾട്ടേജ് വൈദ്യുതി ബാറ്ററി ഉപയോഗിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിൽ തൊട്ടാൽ മൃഗങ്ങളായാലും മനുഷ്യരായാലും മരിക്കില്ല, ചത്തുപോകില്ല, രക്ഷപ്പെടും. ചെറിയ ഷോക്കാണ് വരിക. കൃഷി സംരക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഇത് പക്ഷെ വേട്ടയാണ്, ഹണ്ടിങ് ആണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ പ്രവർത്തകൻ ചെയ്തു കൂട്ടിയത്. വിനേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചെയ്തു കൂട്ടിയത് ഇത് ആദ്യമായിട്ടല്ല, പലതവണ ചെയ്തു. ഇപ്പൊ പിടികൂടപ്പെട്ടു. ഇതുകൂടി ഈ വാർത്ത ന്യൂസ് വീഡിയോയ്ക്കൊപ്പം പറഞ്ഞില്ലെങ്കിൽ സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്നുള്ള തിയറി ഇപ്പം അത് അസ്തമിച്ചു. എന്നാലും നിയമപരമായിട്ട് കർഷകർക്ക് വൈദ്യുതി എടുക്കാം. അത് ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള ലോ വോൾട്ടേജ് കറണ്ടേ പറ്റുള്ളൂ. പക്ഷെ അതിന് KSEBയുടെ അപേക്ഷ നൽകി KSEBയുടെ അനുമതി വാങ്ങിയിരിക്കണം. ഇതൊന്നും ചെയ്യാതെയാണ് നിലമ്പൂരിൽ ഈ നരഹത്യ നടന്നിരിക്കുന്നത്. അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം.